എടുക്കാമായിരുന്നു. അപ്പൊ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു കാരണമാണ്. പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഓട്ടമാണ് അല്ലെ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ഒരു മെഷീൻ പോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ച് വൈകുന്നേരം ഒരു 7 മണി 8 മണിക്ക് വരുന്നു, വീണ്ടും നമ്മൾ ഫുഡും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു എന്താ പറയുക, മെന്റൽ റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് എന്താ പറയാ ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ആർക്കും സമയമില്ല. ബിസി ഷെഡ്യൂളാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈലിന് പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങി ഫുഡ് കഴിക്കേണ്ടി വരും, ഹോട്ടൽ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ വരാനുള്ള കാരണങ്ങളായിട്ട് പറയാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് ഇതിന് കൊടുക്കാം? ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യവുമാണ്. എന്നാൽ ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റും അത് തന്നെയാണ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പോകുന്നത്. അത് മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ നടന്നു പോകാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ഓഫീസിൽ എത്തേണ്ടിയിരിക്കും. അപ്പൊ 10 മണിക്ക് എത്തണമെങ്കിൽ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നടക്കണം, നേരത്തെ എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം ശരിയാവില്ല. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊന്നും ലേഡീസിന് പലപ്പോഴും സമയം കിട്ടാറില്ല. അവർ ഓൾറെഡി എക്സസൈസ് ആയിട്ട് വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അല്ലാതെ ഒരു വർക്കൗട്ടിനോ ഒരു ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ ഒരു യോഗ സെന്ററിൽ പോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ലേഡീസിന് താല്പര്യമുണ്ടെങ്കിൽ കൂടിയും സമയം കിട്ടാറില്ല എന്നതാണ് സത്യം. പിന്നെ ഡയറ്റ് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതൊക്കെ ചിലപ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്താണോ നമുക്ക് വീട്ടിലുള്ളത് അത് കഴിക്കുക എന്നുള്ളതാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം കാര്യം. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡയറ്റോ പ്രോട്ടീൻ റിച്ച് ഫുഡോ ഒന്നും കഴിക്കാൻ അവർക്ക് സമയം ഉണ്ടാവാറില്ല. പിന്നെ ഒരു ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അയൺ കാൽസ്യം സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുക. പ്രോപ്പർ ആയിട്ട് അയൺ കാൽസ്യം സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാൽസ്യത്തിന്റെ കുറവ് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പരിഹരിക്കാം. പക്ഷെ അതും പലപ്പോഴും നടക്കാറില്ല. പിന്നെ നല്ലൊരു ഉറക്കം. നമ്മൾ വിചാരിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് ഉറക്കം അല്ലെ. നമ്മൾക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നിട്ടും കാര്യമില്ല, ഉറക്കം താനേ വരുന്നതാണ്. അപ്പൊ ആ ഒരു ഗുഡ് സ്ലീപ്പ്, ഇതൊക്കെയാണ് ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്ട് എന്ന് പറയാനുള്ളത്. അതായത് ലൈഫ് സ്റ്റൈൽ മാറ്റുക, ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡയറ്റ് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അത് പ്രോപ്പർ ടൈമിൽ കഴിക്കുക. പലപ്പോഴും നടക്കാത്തൊരു കാര്യമാണ്. ഫുഡ് കഴിക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ അത് പല സമയത്തായിരിക്കും കഴിക്കുന്നത്. പ്രോപ്പർ ടൈമിൽ ഗുഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അത് നടക്കുന്നില്ല. അയൺ കാൽസ്യം സപ്ലിമെന്റ്സ് കഴിക്കാൻ പറ്റുന്നില്ല, നല്ല ഉറക്കം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനൊരു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഇതൊന്നും നമ്മളെ കൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു പരിധി വരെ ലേഡീസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് ഒക്കെ. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ കമ്പനി നമുക്ക് ഒരു പ്രൊഡക്റ്റ് അവർ തരുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു എക്സ്ട്രാ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഐ കെയർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാം. അത് നിങ്ങൾ ഒരു എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒപ്പം ഇതൊരു ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ അസുഖങ്ങളൊക്കെ മാറ്റാം എന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത്. അപ്പോ ഐ കെയർ എന്താണ്? ഐ കെയർ എന്ന് പറയുന്നത് ഒരു വെൽനസ് പ്രൊഡക്റ്റ് ആണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. ഒരു ഓവറോൾ വുമൺ ഹെൽത്ത് കോംപ്രിഹെൻസീവ് ഹെൽത്ത് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു ഐ കെയർ 100% നാച്ചുറൽ ആണ്, 100% ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. ഒരു ഏജ് ലിമിറ്റ്, ഏജ് പറയുകയാണെങ്കിൽ, യൂസ് ചെയ്യുന്ന ഏജ് പറയുകയാണെങ്കിൽ 30+ ആയിട്ടുള്ള ലേഡീസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കമ്പൽസറി ആയിട്ട് 35 വയസ്സിന് ശേഷമുള്ള ലേഡീസ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡോസേജ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഐപ്പൾസിന്റെ സെയിം ഡോസ് തന്നെയാണ് വരുന്നത്. 30 ml രാവിലെ വൈകുന്നേരം ഹാഫ് ആൻ അവർ ബിഫോർ ഫുഡ്, അരമണിക്കൂർ, ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പെയാണ് നമ്മൾ ഈ ഒരു ഐപ്പൾസ് ഐ കെയർ കഴിക്കുന്നത്. സെയിം ആസ് ഐപ്പൾസ് തന്നെയാണ് ഇതിന്റെ ഡോസേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ദിവസം 2 നേരമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ കണ്ടന്റ്സ്? എന്താണ് ഇത്രയും എഫക്ട് വരാനും ഇതിന്റെ കണ്ടന്റിലാണ് ഇത്രയും ബെനിഫിറ്റ് വരാനുള്ള കാരണം അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ കണ്ടന്റ്സ് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് കുർക്കുമിൻ എക്സ്ട്രാക്ട് ആണ്, മഞ്ഞളാണ്. എക്സ്ട്രാക്ട് ഓഫ് മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് ആണ് വരുന്നത്. അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ആന്റി ഇൻഫെക്റ്റീവ് ആണ്,
അതേപോലെ സ്കിൻ ഡിസീസ്, പലതരത്തിലുള്ള സ്കിൻ ഡിസീസ്, ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ഡിസീസസ് ആയിക്കോട്ടെ, അല്ലാത്ത സ്കിൻ ഡിസീസസ് ആയിക്കോട്ടെ, കുർക്കുമിൻ വളരെ നല്ലൊരു സാധനമാണ്. പിന്നെ ആന്റി ക്യാൻസറസ്, നിങ്ങൾക്കറിയാം ലേഡീസിന്റെ ക്യാൻസറിന്റെ അളവ് വളരെ കൂടുതലാണ്. അത് 35 വയസ്സിന് ശേഷം ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, അതേപോലെ യൂട്രൈൻ ക്യാൻസർ, ഇതിന്റെയൊക്കെ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഒരു ക്യാൻസറിന്റെ റേറ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു മഞ്ഞളുടെ കണ്ടന്റ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഡയബറ്റിസിനും നമ്മൾ ഈ ഒരു കുർക്കുമിൻ എക്സ്ട്രാക്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഒരു കണ്ടന്റ് പറയുകയാണെങ്കിൽ വലേറിയൻ റൂട്ട്സ് എന്ന് പറയും, അത് ജഡാമാഞ്ചി എന്ന് പറയും മലയാളത്തില്. ആ ഒരു വലേറിയൻ റൂട്ട്സിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് ആണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്ട്രെസ് റിലീഫ് ആണ്, അതേപോലെ ബ്രെയിൻ എൻഹാൻസർ ആണ്, നമ്മുടെ ബ്രെയിനിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്, സ്ട്രെസ് റിലീഫ് ചെയ്യുന്നതാണ്, അതേപോലെ അനാൽജസിക് ആണ്, അതായത് നമുക്ക് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ സ്ലീപ്പ്, ഉറക്കം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മഞ്ചിയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്യാം. പിന്നെ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്തൊരു കണ്ടന്റ് പറയുകയാണെങ്കിൽ ആസ്പെരാഗസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, ശതാവരി. മെയിൻ ആയിട്ട് ഇതൊരു യൂസ് ചെയ്യുന്നത് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനാണ്, അതായത് മെൻസ്ട്രൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എല്ലാ ലേഡീസും ഒരു 45-50 വയസ്സാവുന്ന സമയത്ത് ആർത്തവ വിരാമം എന്ന് കേട്ടിട്ടുണ്ടാവും, മെനോപോസൽ, അല്ലെങ്കിൽ ആർത്തവ വിരാമം നടക്കുന്നത്, ആർത്തവം അവർക്ക് സ്റ്റോപ്പ് ആവുന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ഹോർമോണലായിട്ടും അല്ലാതെയും ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ വരുന്നതുകൊണ്ട് ഇതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ലേഡീസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചിലപ്പം ഈ ഒരു മാനസികമായിട്ട് തന്നെ പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വരെ ലേഡീസ് ആഫ്റ്റർ മെനോപോസിൽ പോവാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് ശതാവരി എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം, അമിത രക്തസ്രാവം അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ, ഭയങ്കര വേദനയോട് കൂടിയുള്ള മെൻസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ, പിന്നെ പലപ്പോഴും ലേഡീസ് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്ന് പറയും. ഈ വൈറ്റ് ഡിസ്ചാർജ് പോലത്തെ അസുഖങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് ശതാവരി. ചുട്ടുനീറ്റൽ, അതേപോലെ സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആസ്പെരാഗസ് കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു കണ്ടന്റ് പറയുകയാണെങ്കിൽ ബോസ്വെലിയ അല്ലെങ്കിൽ ചെഞ്ചില്യം എന്ന് പറയും. മെയിൻ ആയിട്ട് ഇതൊരു ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക്, സന്ധിവാദം, ആമവാദം, അല്ലെങ്കിൽ ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് ഒരു 30 വയസ്സിന് ശേഷം മുട്ടുവേദനയും, പലപ്പോഴും ചെറിയ വിരലുകളുടെ ജോയിന്റ്സിന് വേദന, മുട്ടുവേദന, അങ്ങനത്തെ ഷോൾഡർ പെയിൻ, അങ്ങനെ പല പെയിനുകളും ലേഡീസിന് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു ബോസ്വെലിയ അല്ലെങ്കിൽ ചെഞ്ചില്യം എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. അപ്പോൾ ഇതാണ്, ഇത്രയും കണ്ടന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കമ്പനി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അസുഖം വന്ന്, എപ്പോഴും പറയുന്ന പോലെ അസുഖം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലതാണ് വരാതിരിക്കുന്നത്. വന്നു കഴിഞ്ഞ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ ഒരു ഐ കെയർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ദിവസവും നമ്മൾ ഒരു ചായ കുടിക്കുന്ന പോലെ ദിവസവും ആ ഒരു കറക്റ്റ് ടൈമിൽ ഈ ഒരു ഐ കെയർ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക എല്ലാ ആക്ടിവിറ്റീസും ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിരിക്കും, നിങ്ങൾ മെന്റലിയും ഹെൽത്തി ആയിരിക്കും, ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും. ഈ ഒരു ഐ കെയർ നിങ്ങളുടെ ഭാഗമാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, അപ്പോൾ എല്ലാ ലേഡീസിനോടും, പ്രത്യേകിച്ച് 30 വയസ്സിന് ശേഷമുള്ള എല്ലാ ലേഡീസിനോടും പറയുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സും കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്.